ഇന്നൊരു മുട്ട അവിയലായാലോ? അവിയൽ ഐറ്റംസ് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇന്ന് ഒരു മുട്ടയും ഉരുളക്കിഴങ്ങും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള ഒരു അവിയൽ വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ഇച്ചിരി പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ മുരിങ്ങയ്ക്ക ഇടുന്നില്ല. ഇതിനിടയ്ക്ക് ഞാൻ മുരിങ്ങയ്ക്കയും മുട്ടയും തമ്മിലുള്ള ഒരു അവിയൽ ഞാൻ ഇട്ടിരുന്നു. അതിനെക്കാട്ടിയും ടേസ്റ്റാണ് ഈ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഒന്ന് കലക്കി വയ്ക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഒന്ന് അതിലോട്ട് ഇടാം. അതൊന്ന് തിളച്ച് വരട്ടെ. ഉരുളക്കിഴങ്ങ് തിളച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് പച്ചമുളക് ഇട്ടാൽ മതി. ഇതൊന്ന് തിളക്കട്ടെ. നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഇനി ഈ പച്ചമുളക് കൂടെ ഒന്ന് അങ്ങോട്ട് ഇടാം. അതൊന്ന് മിക്സായി ഒന്ന് വെന്ത് വരട്ടെ. ഉരുളക്കിഴങ്ങ് ഒരു 3/4 വേവോളം വേവട്ടെ. അടച്ചൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വേവുന്ന സമയത്ത് നമുക്ക് ഒരു കൂട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ ചിരകിയിട്ടുണ്ട്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരല്പം മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട്, പിന്നെ ചെറിയ ഉള്ളി ഒരു പീസ് അരച്ചാൽ മതി, ഇച്ചിരി ജീരകവും, വെളുത്തുള്ളി വേണ്ട, മുട്ട അവിയൽ വേണ്ടി വെളുത്തുള്ളി അരയ്ക്കുന്നില്ല. ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം മിക്സിയിൽ വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ അടുപ്പി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങിലോട്ട് അങ്ങോട്ട് തട്ടാമൊന്ന്. എന്നിട്ടൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂട്ടൊക്കെ ഒന്ന് നല്ലവണ്ണം വെന്ത് വരണം. നല്ലവണ്ണം വെന്ത് വെള്ളമൊക്കെ വറ്റി ഏകദേശം നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വച്ചിരുന്ന മുട്ട ഒന്ന് അവിയലിന് വേണ്ടി ഒന്ന് കീറിയെടുക്കാം. ഇങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അല്ലാതെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം, 2ആയിട്ട് വേണമെങ്കിൽ. ഞാനിതിപ്പോൾ 4ആയിട്ട് കീറിയിട്ടുണ്ട്. ഇനി ചട്ടിയിലിരിക്കുന്ന ഉരുളക്കിഴങ്ങിലോട്ട് നമുക്ക് മുട്ട പതുക്കെ ഒന്ന് തട്ടാം. മുട്ട തട്ടി കഴിഞ്ഞിട്ട് ഒരുപാട് ഇളക്കേണ്ട ആവശ്യമില്ല, എങ്കിലും മുട്ട പൊടിഞ്ഞു പോകും. അപ്പം ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് തവി കൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി ഇട്ടാൽ മതി. ആണ്ടോ, പതുക്കെ ഇളക്കിയാൽ മതി. ഇല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞക്കരും എല്ലാം പൊട്ടി അതിൽ ആയിപ്പോവും. ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഇനി ഒഴിക്കേണ്ടത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിക്കണം. ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇനി ഇട്ടാൽ മതി. ഒരല്പം കറിവേപ്പില കൂടെ അങ്ങോട്ടിടാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി റെഡിയാക്കാം. നമ്മുടെ മുട്ട അവിയൽ റെഡി ആയിട്ടുണ്ട്. അടിപൊളി. വേറെ വലിയ ജോലിയൊന്നുമില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മുട്ട അവിയൽ ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ ഈ മുട്ട അവിയൽ ഇഷ്ടമാണ്. ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതാണ്ടോ അടിപൊളി അവിയൽ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുട്ട കിട്ടുവാണെങ്കിൽ ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ഇട്ടിട്ട്, നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും, എന്നാലും ഞാനൊന്ന് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇനിയിപ്പോൾ ഓണം തിരക്കായതുകൊണ്ട് ഇതൊന്നും ആവശ്യമല്ല, എല്ലാ ഓണക്കറികളായിരിക്കും. അപ്പോൾ ഓക്കെ.